ഭരണഘടനാ ചർച്ചയിൽ ബിജെപിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. സവർക്കർ ഭരണഘടനയിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒന്നും ഇല്ല എന്ന് ആരോപിച്ചിരുന്നു. ബിജെപി ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ സവർക്കറെ തള്ളിപ്പറയുകയാണ് എന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഭരണഘടന ആധുനിക ഇന്ത്യയുടെ രേഖയാണ്. ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തിന്റെ ദാർശനിക ആശയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നും രാഹുൽ വ്യക്തമാക്കി. ये बात सबके सामने है। पॉलिटिकल इक्वालिटी जो थी वो खत्म हो गई है। हिंदुस्तान के सारे इंस्टीट्यूशंस कैप्चर कर लिए गए हैं। सोशल इक्वालिटी नहीं रही, फाइनेंशियल इकोनॉमिक इक्वालिटी नहीं रही। इसीलिए हमारा अगला कदम जाति जनगणना होगा। हम देश को दिखाना चाहते हैं कि आपने किन लोगों का और कहां-कहां अंगूठा काटा है। हम दलितों को, आदिवासियों को, पिछड़ों को, किसानों को, मजदूरों को दिखाना चाहते हैं कि आपने किस-किस का अंगूठा काटा है। इसलिए जो मैंने वायदा किया था, इसी हाउस में यहां हम कास्ट सेंसस लागू करेंगे और उसके बाद हिंदुस्तान में एक नए तरीके का विकास होगा, एक नई तरीके की राजनीति होगी। രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന മറുപടിയുമായി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും രംഗത്തെത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മനു, ഭരണഘടനയിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കടുത്ത ഭാഷയിൽ ആണ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിക്കുന്നത്. ബിജെപി ഇപ്പോഴും മനുസ്മൃതിയെയാണ് അംഗീകരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി ചർച്ചയിന്മേൽ മറുപടിയും നൽകും. ഏത് തരത്തിലാണ് വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അഭിലാഷ്, ഭരണഘടനയുടെ 75 വർഷം നീണ്ട മഹത്തായ യാത്ര എന്ന വിഷയത്തിൽ ആണ് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച ഈ ചർച്ചയിൽ ഈ ഭരണഘടനയുടെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ട് ബി.ജെ.പി. അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും സംസാരിച്ചു. പ്രധാനമായും ഭരണഘടന ലംഘനം നടത്തുന്നത് കോൺഗ്രസ് ആണെന്ന ആക്ഷേപം ബി.ജെ.പി. അംഗങ്ങളിൽ നിന്ന് ഉയർത്തിയപ്പോൾ ബി.ജെ.പി. ആണ് ഭാരതത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്നത് എന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നത്. ഇന്ന് സഭയിൽ ഏറ്റവും ശക്തമായും രൂക്ഷമായും ആക്രമണം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിലെ സംവിധാനങ്ങളെ ബി.ജെ.പി. തകർക്കുന്നു എന്നാരോപിച്ച രാഹുൽ ഗാന്ധി ഭരണഘടനയിൽ ബി.ജെ.പി. നേരത്തെ അല്ലെങ്കിൽ ഭരണഘടനയിൽ സവർക്കർ എടുത്ത നിലപാടിനെ ആദ്യം വ്യക്തമാക്കി. തുടർന്നാണ് അദ്ദേഹം ബി.ജെ.പിയെ പരിഹസിച്ചത്. കാരണം മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ നിയമം എന്ന് വാദിച്ച ആളാണ് വി.ഡി. സവർക്കർ. ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒന്നും ഭരണഘടനയിൽ ഇല്ല എന്ന ആരോപണവും സവർക്കർ ഉന്നയിച്ചിരുന്നു. ബി.ജെ.പി. ഇപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് അവകാശപ്പെടുമ്പോൾ സവർക്കറെ തള്ളിപ്പറയുകയാണ് എന്നൊക്കെ രാഹുൽ പരിഹസിക്കുകയും ചെയ്തു. ആധുനിക ഇന്ത്യയുടെ ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന. അത് എഴുതപ്പെട്ട ഒരു ഏറ്റവും മഹത്തായ ഒരു ഗ്രന്ഥമാണ്. അതിന് ഇന്ത്യയുടെ ആത്മാവ് അതിൽ ഉൾക്കൊള്ളുന്നെന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളുണ്ടായത്. ജാതി സെൻസസ് നടത്തണം, പല വിഭാഗങ്ങൾക്ക് അനുകൂലമായി ഇപ്പോഴും കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായ ആ വിഷയങ്ങൾ വലിയ പരിഗണന നൽകണം എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ബി.ജെ.പി. ആകട്ടെ ഈ ഭരണഘടന ചർച്ച തുടങ്ങിയ ഘട്ടം മുതൽ നെഹ്റുവിനെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേതാക്കൾ രാജ്യസഭയിൽ ലോക്സഭയിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. നെഹ്റു സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട കാര്യം, അതുപോലെ നെഹ്റുവിന് ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ, ഇതെല്ലാം എല്ലാ ഘട്ടത്തിലും ഭരണഘടനയെ മറികടന്നുള്ള നീക്കങ്ങളായിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നു. ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചു. ശ്രീലങ്കയ്ക്ക് കച്ചദ്വീപ് പോലുള്ള സ്ഥലങ്ങൾ എഴുതിക്കൊടുത്തു. അങ്ങനെ വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി ഹത്രാസും കർഷക മാർച്ചും ഇന്ന് ഈ ചർച്ചയ്ക്കിടയിൽ പ്രതിപാദിച്ചു. കർഷകരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. സ്വാഭാവികമായും ഭരണഘടനയെ സംബന്ധിച്ച ചർച്ച നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂടെ ചർച്ചയാവുകയാണ്. ഒപ്പം വരാനിരിക്കുന്ന ഇന്ത്യക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചയാവുകയാണ്. ചൂടേറിയ വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും